ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. യുദ്ധ ഭീഷണി തുടരുമ്പോൾ സാധാരണ നിലയിൽ മെറ്റൽസ്, സിൽവർ, ഗോൾഡ്, കമോഡിറ്റീസിനൊക്കെ വില കൂടുതലാണ് സാധാരണ പതിവ്. ലാസ്റ്റ് 2 ദിവസമായിട്ട് സിൽവറിലും ഗോൾഡിലും വില ഇടിവാണ് സംഭവിച്ചത്. അതിനുള്ള പ്രധാന കാരണം പറയുന്നത് US ഡോളർ സ്ട്രെങ്ത് ആർജിക്കുന്നതാണ്. അപ്പോൾ US ഡോളർ ശക്തി ആർജിക്കുന്നതനുസരിച്ചിട്ട് സിൽവർ പ്രൈസിൽ ഒരു ഡിസ്കൗണ്ട് നമുക്ക് കാണാം. സോ ഇന്നത്തെ വീഡിയോ സിൽവറിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള പറയാൻ വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ ആണ്. സിൽവർ ഞാൻ ഓൾറെഡി സിൽവർ ETF, ടാറ്റ സിൽവർ ETF 11 രൂപ ഉള്ള സമയത്ത് ഒരു 2-2.5 മാസം മുന്നേ വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം ക്ലിയറായി പറഞ്ഞാൽ 200% റിട്ടേൺ ആണ് ഇൻവെസ്റ്റ്മെന്റിന് കിട്ടിയത്. 11 രൂപക്ക് നിന്നും സിൽവർ 2.5-3 മാസത്തിനുള്ളിൽ 33 രൂപ വരെ പോയിരുന്നു. ടാറ്റ സിൽവർ ETF കാര്യം, അതായത് 3,30,000 വരെ കിലോഗ്രാമിന് പോയിരുന്നു. ഇപ്പൊ ടാറ്റ സിൽവർ ETF കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രസന്റ് പ്രൈസ് 25.08 ആണ്. അതായത് നിങ്ങൾ നിപ്പോൺ സിൽവർ ബീസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ പ്രസന്റ് പ്രൈസ് 246 രൂപ 76 പൈസ ഒക്കെ ഈക്വലാണ്. സോ ബേസ്ഡ് ഓൺ കിലോഗ്രാമിന്റെ ബേസിലാണ് വില എടുക്കുന്നത്. 3,30,000 വരെ പെർ കിലോഗ്രാമിന് സിൽവറിന്റെ പ്രൈസ് കൂടിയിരുന്നു. അവിടെ നിന്നും കറക്ഷൻ ആയിട്ടാണ് ഇപ്പം ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. 33 രൂപയിൽ നിന്ന് ടാറ്റ സിൽവർ ETF 33 രൂപ, അതായത് 3,30,000 രൂപ kg വരുമ്പോൾ 33 റുപ്പീസ് ആയിരുന്നു ടാറ്റ സിൽവർ ETF റേറ്റ്. അവിടെ നിന്നും 25.08 ഇപ്പം ക്ലോസ് ചെയ്തത്. സോ സിൽവർ ഇനി ഇടിയുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ചോദ്യം. സോ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻസിൽ US ഡോളർ സ്ട്രെങ്ത് ആവാൻ തന്നെ സാധ്യത വളരെ കൂടുതൽ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സിൽവർ പ്രൈസ് തീർച്ചയായിട്ടും കുറയും, താഴ്ത്തു വരും. ഇതിന് എത്രത്തോളം താഴ്ന്നൊന്നും പറയാൻ സാധിക്കില്ല. സോ ഇവിടെ സിൽവറിന്റെ ഇമ്പോർട്ടൻസ്, സിൽവറിന്റെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതേസമയം നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സിൽവർ സംബന്ധിച്ചു. അത് വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. സോ അതിന് മാക്സിമം ഞാൻ മനസ്സിലാക്കി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യമേ പറയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഓക്കെ, സോ സിൽവറിനെ സംബന്ധിച്ച് ഒന്നും കൂടെ സ്റ്റഡി ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സിൽവർ താണു വരുന്നത് അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാരണം ഇപ്പൊ ഈ 11 രൂപയിൽ നിന്ന് വാങ്ങിയ ആൾക്കാർ 33 രൂപ 200% കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ വരും. സിൽവർ ETF ഒക്കെ പേപ്പറത്തെ വാല്യൂസ് ആണ് ഇത് കിടക്കുന്നത്. സിൽവർ എന്ന് പറഞ്ഞാൽ എല്ലാം പേപ്പറിലാണ്, ETF ഒക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ മൂല്യം ഫിസിക്കൽ സ്റ്റോക്ക് ഇതൊക്കെ നമ്മൾ കാര്യമായിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിലേക്കാണ് ചിന്തിക്കേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഹൈ വോൾട്ടൈൽ ആണ് സിൽവർ പ്രൈസ് മൂവ്മെന്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ 20-30% മേലോട്ടും താഴോട്ടൊക്കെ വരും. സോ ഹൈ വോൾട്ടൈൽ സ്റ്റോക്കാണ്. നെഗറ്റീവ്സ് ആണ് ഫസ്റ്റ് പറയുന്നത്. ഹൈ വോൾട്ടൈൽ ആണ്. US ഡോളർ സ്ട്രെങ്ത് ആകുമ്പം താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. US ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ നിൽക്കത്തോളം കാലം സിൽവർ പ്രൈസ് താഴെ നിൽക്കും. പിന്നെ ആസ് യൂഷ്വൽ ഈ കമോഡിറ്റീസിൽ വന്ന ഈ 150-200% ലാഭം കിട്ടിയ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഇത് നമുക്ക് നോക്കേണ്ടത് ഭാവിയിലേക്ക് സിൽവർ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയതാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ലെവലിൽ നിന്ന് 100% പ്രിസിഷൻ സിൽവറിൽ കിട്ടും. നിങ്ങൾ 3-4-5 കൊല്ലം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്ക്, ഒരു കമോഡിറ്റി ആണ് സിൽവർ. എല്ലാ മാസം 10,000-5,000 നിങ്ങളെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഗോൾഡ് 2005 വെറും 5,500 ആയിരുന്നു ഒരു പവന് വില. അത് അന്ന് 20,000 റുപ്യ ആവെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. 20,000 റുപ്യ ഒരിക്കലും ആവില്ല. ഒരു പവന് 20,000 റുപ്യ ചോദിച്ചു. അവിടെ 30,000, 40,000, 50,000, 1 ലക്ഷം ക്രോസ് ചെയ്തു. സോ ഡെഫിനറ്റ് ആയിട്ടും സിൽവറും അങ്ങനെ കയറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ ഗോൾഡ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഗോൾഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കരുതൽ ശേഖരമാണ്. പല രാജ്യങ്ങളിലെ കരുതൽ ശേഖരമാണ്. ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ സിൽവറിൽ ഇതൊന്നുമില്ല. പക്ഷെ സിൽവറിന്റെ ഇമ്പോർട്ടൻസ് ഇറ്റ്സ് എ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആണ്. ഇൻഡസ്ട്രി യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന പല ഭാവിയിലേക്കുള്ള പല ബിസിനസ്സിലെ പൊട്ടൻഷ്യൽ ബിസിനസ്സിലും ഭാവിയിലേക്കുള്ള എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സിൽവർ.
അങ്ങനെയാണ് സിൽവർ അവൈലബിലിറ്റി ഇല്ല എന്നതാണ്. സോ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം. ഇപ്പോഴത്തെ പ്രസന്റ് മൂവ്മെന്റോ US ഡോളർ സ്ട്രെങ്ത് ചെയ്യുന്നതോ പിന്നെ US റേറ്റ് നിൽക്കുന്നതോ ഇപ്പോഴത്തെ കമ്മോഡിറ്റി ബുക്കിങ്ങോ പ്രോഫിറ്റ് ബുക്കിങ്ങോ ഒന്നുമല്ല. നമ്മൾ ചിന്തിക്കുക സിൽവർ പ്രൈസ്, സിൽവർ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സിൽവർ ഇല്ലാണ്ട് സോളാർ, ഇപ്പോൾ സോളാറിന് 15-20 ഗ്രാം സിൽവർ ഓരോ സോളാർ പാനലിലും ആവശ്യമാണ് പറഞ്ഞത്. 15-20 ഗ്രാം സിൽവർ ഓരോ സോളാർ പാനലിലും ആവശ്യമാണ്. ഇപ്പോഴത്തെ സിൽവർ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പം സിൽവർ 30% ഈ ഒരു സോളാർ പാനൽ തന്നെ വേണം. റിന്യൂവബിൾ എനർജി സ്പേസിൽ തന്നെ ഇപ്പോഴത്തെ 30% സിൽവർ വേണം. പിന്നെ പല ഇതിലേക്കും ഫോട്ടോഗ്രാഫി, മെഡിസിൻസ്, ലിത്യം ബാറ്ററി, EV സ്പേസ്, AI ഡാറ്റാ സെന്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇതിലൊക്കെ സിൽവർ ആവശ്യമാണ്. അപ്പോൾ സിൽവറിന്റെ പോസിറ്റീവ്സ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ കമ്മോഡിറ്റിയാണ് സിൽവർ. സിൽവർ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞ ഫോട്ടോഗ്രാഫി, മെഡിസിൻ, ലിത്യം ബാറ്ററി, EV, AI ഡാറ്റാ സെന്റർ, സെമി കണ്ടക്ടർ, റിന്യൂവബിൾ എനർജി പാനൽസ്, ഇതിനൊക്കെ ഈ സിൽവർ വേണം. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സിൽവർ ആക്ച്വലി ഒരു ബൈ പ്രൊഡക്റ്റാണ്. മൈനിങ് വളരെ കുറവാണ്. കോപ്പർ, സിങ്ക്, ലീഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൈൻ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റാണ് സിൽവർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അതുകൊണ്ട് അതിൻ്റെ സ്കാസിറ്റി എപ്പോഴും നിലനിൽക്കുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ സിൽവർ അവൈലബിൾ. ചൈനയിലാണ് ഏറ്റവും കൂടുതൽ സിങ്കും കോപ്പറൊക്കെ മൈൻ ചെയ്യുന്നത്. സോ അതിന് ബൈ പ്രൊഡക്റ്റ് കിട്ടുന്നതിനെ കൊണ്ട് തന്നെ ചൈനയിലാണ് ഏറ്റവും കൂടുതൽ സിൽവർ ഉള്ളത്. സിൽവർ നിങ്ങൾ ശ്രദ്ധിക്കുക, ചൈന അത് പൂത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് സിൽവറിൻ്റെ മേലെ. സോ അത് ഇവർക്കറിയാം. ഭാവിയിൽ അവരൊക്കെ ചിന്തിക്കുന്നതും 4 കൊല്ലം 5 കൊല്ലം കഴിയാനുള്ള റേറ്റ് കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം ഇറങ്ങിയോ നാളെ 5% ഇറങ്ങിയോ എന്നുള്ളതാണ്. അതാണ് വ്യത്യാസം. സോ ചൈനയിലുള്ള അവർ ശരിക്കും പറഞ്ഞാൽ അത് പൂത്തി വെക്കുന്നുണ്ടെന്നാണ് കേട്ടത്. സോ സിൽവർ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഭാവിയിലേക്കുള്ള പല സെക്ടറിലുള്ള. സോ അതിൻ്റെ ഡിമാൻഡ് കൂടുന്നുള്ളത് ജസ്റ്റ് കോമൺ സെൻസ് മാത്രമാണ്. ഇപ്പം പേപ്പറിൽ ഉള്ള ട്രേഡിങ്, പേപ്പർ ട്രേഡിങ്ങിൽ, ETF ട്രേഡിങ്ങിൽ ഒരു 5 രൂപയോ 5%, 10% കാണിച്ചിട്ട് ഇതൊന്നും അല്ല നമ്മൾ കണക്കിലാക്കണം ലോങ് ടേമിലേക്ക്. സംടൈംസ് ഇപ്പോൾ 25 രൂപ 25.08 ആണ് താജ സിൽവർ ETF. നിപ്പോൺ സിൽവർ ETF, അതായത് സിൽവർ ബീസ് 246.76 ആണ്. ഇതൊരു താജ സിൽവർ ETF ഒരു 21 രൂപയിലേക്കോ അല്ലെങ്കിൽ നിപ്പോൺ സിൽവർ ETF ഒരു 210 200 വരാം. സോ അന്ന് വന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് 10% നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ സിൽവർ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ അതിനനുസരിച്ച് ബാക്കിയുള്ള താഴ്ന്നതിനനുസരിച്ച് പിന്നെ വീണ്ടും വാങ്ങി വരാം. എല്ലാ മാസം SIPക്ക് വാങ്ങി വെക്കുക. വെർത്തായിരിക്കും. 5 കൊല്ലം കഴിഞ്ഞാൽ 100. ഞാൻ പറയുന്നത് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് 2,50,000 ആണ് പെർ kg. 5 lakhs എന്തായാലും ആവും. 100% 5 lakhs ആവും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ വാങ്ങാം. ഒരു സേഫ് ബെറ്റായിട്ടാണ് താജ സിൽവറിനെ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഗ്ലോബൽ സിൽവർ മാർക്കറ്റ് ഒരു സ്ട്രക്ചറൽ ഡെഫിസിറ്റ് ആയിട്ടാണ് കുറേ കൊല്ലമായിട്ട് കണ്ടു ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു കൂടി വരാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഡെഫിസിറ്റ് ആണ്, സിൽവറിൻ്റെ യൂസ് കൂടുതലാണ്, ഡിമാൻഡ് കൂടുതലാണ്, സാധനം കിട്ടാനില്ല. സപ്ലൈ ഡിമാൻഡ് ഷോർട്ടേജ്. പിന്നെ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ് സിൽവർ. സിൽവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയത് സിൽവറാണ്. സിൽവറിൻ്റെ മാർക്കറ്റ് വളരെ ചെറിയ മാർക്കറ്റാണ്. സിൽവർ മാർക്കറ്റ് ഗോൾഡ് വെച്ച് നോക്കുമ്പോൾ വലിയ ബിഗ് മാർക്കറ്റാണ്. പക്ഷെ ഭാവിയിൽ ഇത് വളർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു വേറെ കാര്യം, സിൽവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. വൺസ് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞു, അതുകൊണ്ട് ആ സിൽവർ കഴിഞ്ഞു. ഇനി വേറെ സിൽവർ, പുതിയ സിൽവർ വേണം. റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ്. നെഗറ്റീവ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈ വോൾട്ടൈൽ ആണ്. അത് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, ഹൈ വോൾട്ടൈൽ നിങ്ങളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ എയിം എന്താണ്? അത് 5 lakh kg കൊടുക്കാന്നുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ 2030 വരെ, അല്ലെങ്കിൽ 2038 വരെ, 40 വരെ ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വളരെ ചെറിയ തോതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്ന ഒരു സംഭവമാണ് സിൽവർ കമ്മോഡിറ്റിയാണ് സിൽവർ. പിന്നെ US ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റങ്ങളൊക്കെ തന്നെ സിൽവറിനെ ബാധിക്കും. ഇപ്പോഴത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് ഫോർ ടൈം ബീങ് അല്ല, ലാഭം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും താഴെ വന്നാൽ ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരെ വാങ്ങും. സോ അത് ഇഷ്യൂ അല്ല. വരാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവർ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുന്നില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സിൽവറിന്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മുടെ തന്നെ പ്രിയപ്പെട്ട സ്റ്റോക്സ് ആയ പ്രീമിയം എനർജീസ് വാല്യൂ താഴോട്ട് വരും. കാരണം വെച്ചാൽ അവരുടെ മെയിൻ റോ മെറ്റീരിയൽ ആണ് സിൽവർ. അപ്പോൾ സിൽവറിന്റെ പ്രൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് അവരുടെ പ്രൊഡക്റ്റിന് വില കൂടും. അപ്പോൾ അത് നെഗറ്റീവാണ് റിന്യൂവബിൾ എനർജി സ്പേസിലുള്ള സോളാർ മാനുഫാക്ചറിങ് കമ്പനീസ് ആയ പ്രീമിയം എനർജീസിനും റിന്യൂവബിൾ എനർജിക്കൊക്കെ. സോ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു പ്രീമിയം എനർജീസ് ഭാഗത്തു നിന്ന്,
അവർ ഈ സിൽവറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തും ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു കോമൺ സെൻസ് പ്രകാരം ഞാൻ ഓൾറെഡി പറഞ്ഞു ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ് സിൽവർ. സിൽവറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല അഥവാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കോപ്പറിലേക്ക് കാണാൻ കോപ്പറും എക്സ്പെൻസീവ് ആണ്. സോ ദർ ഇസ് നോ മീനിങ് ഇൻ ഷിഫ്റ്റിംഗ് ഫ്രം സിൽവർ ടു കോപ്പർ. അതുകൊണ്ട് സിൽവർ ഇപ്പോഴും ഡിമാൻഡ് സിൽവർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് മാത്രമല്ലല്ലോ, AI ഡാറ്റാ സെന്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇനി ഭാവിയിലേക്ക് നമ്മൾ എന്തെങ്കിലും ബിസിനസ് വളരാൻ സാധിക്കുന്നുണ്ടോ അതിലൊക്കെ യൂസൻസ് ആണ് സിൽവർ. ഓക്കെ, പെട്രോളിയൊക്കെ കുറേ യൂസ് കുറഞ്ഞു വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ സിൽവർ ഡിമാൻഡ് കൂടിയേ ഉള്ളൂ. ഇപ്പം നിലവിലുള്ള പ്രൈസിൽ നിന്ന് 246 രൂപ 76 സിൽവർ ബീസ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ടാറ്റ സിൽവർ 84, ഓക്കെ 25.0. അതിന് ചിലപ്പം വീണ്ടും ഒരു 10-20% ഒക്കെ താഴോട്ട് വന്നേക്കാം. പക്ഷെ നമ്മളിത് കാണുന്നത് ഇപ്പല്ല, ഭാവിയിലെ ഡിമാൻഡും കാര്യങ്ങളും മനസ്സിലാക്കി എന്തിന് ചൈന ഇത് പൂത്തിവെക്കുന്നു, എന്തിന് ബാങ്ക്സ് സിൽവർ വാങ്ങി വെക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ്. പിന്നെ വേറൊരു മറന്നുപോയി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അത് എഫക്റ്റീവ് ആയിട്ടില്ല. നമ്മൾ ഗോൾഡ് ലോൺ എടുക്കുന്ന മാതിരി തന്നെ സിൽവർ ലോൺ എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഗോൾഡ് വെച്ചിട്ട് പ്ലഡ്ജ് ചെയ്തിട്ട് നമ്മൾ ലോൺ എടുക്കുന്നത്. അതുപോലെ തന്നെ സിൽവർ പ്ലഡ്ജ് ചെയ്താൽ ബാങ്ക്സിനോട് പറയുന്നത് നിങ്ങൾ അതിന് അഗെയിൻസ്റ്റ് പൈസ കൊടുക്കണം, ലോൺ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 2 ലക്ഷം കിലോന് ഉള്ള റേറ്റിൽ നിൽക്കുമ്പം അത് മീനിങ് ഇല്ലല്ലോ. ഭാവിയിൽ കൂടും, ഭാവിയിൽ 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം ആവും എന്നാണ് പറയുന്നത്. വാല്യൂ വരുന്നത്, വാല്യൂ വന്നാൽ മാത്രമേ ഉള്ളൂ ഒരു ബാങ്ക്സിന് നിങ്ങൾ സിൽവർ വെച്ചിട്ട് അതിന് പിന്നെ സെക്യൂരിറ്റി ആയിട്ട് അഗെയിൻസ്റ്റ് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് സിൽവർ വെച്ചാൽ സിൽവർ വാല്യൂ വേണം. വാല്യൂ ഇല്ലാത്ത സാധനം കൊളാട്രൽ സെക്യൂരിറ്റി വെക്കില്ലല്ലോ. അപ്പോൾ ഗോൾഡിന് ഉണ്ടായതുകൊണ്ടാണല്ലോ ഗോൾഡ് വെച്ചിട്ട് ധൈര്യപൂർവ്വം ലോൺ കൊടുക്കുന്നത്. കയ്യിൽ ഗോൾഡ് ഉണ്ടല്ലോ, വിൽക്കാലോ എന്നുള്ളതിനാണ്. സോ സിൽവർ അനുവദിച്ചിനും പറയാൻ കാരണം എന്താ വെച്ചാൽ ഭാവിയിൽ സിൽവറിന്റെ പൊട്ടൻഷ്യാലിറ്റി അറിയാം എന്നുള്ളത് തന്നെയാണ് ഇതിന് ഇമ്പോർട്ടൻസ്. അപ്പോൾ ചിലപ്പം 2026 വരില്ല, 27 വരില്ല, 28 ആയിരിക്കും ചിലപ്പം ലോൺ അഗെയിൻസ്റ്റ് സിൽവർ പ്രാബല്യത്തിൽ വരാം. അപ്ലൈ കഴിഞ്ഞപ്പോൾ പൊട്ടൻഷ്യൽ വരാം. നമ്മൾ അതുകൊണ്ട് ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റ് ആണ്. 11 ഉറുപ്പിക ഞാൻ പറഞ്ഞ സമയത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ 200% കിട്ടിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു സ്റ്റിൽ ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു 5 lakh per kg പോകാനുള്ള സാധ്യത ഉണ്ട്. 5 കൊല്ലം നല്ല 10 കൊല്ലത്തേക്ക് തന്നെ നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിൽവർ ഡിമാൻഡ് കൂടി വരാണ്, സാധനം കിട്ടാനില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയൊക്കെ പേപ്പർ ട്രേഡിംഗ് ആണ്. സിൽവർ ETF ആയിക്കോട്ടെ ഒക്കെ പേപ്പർ ട്രേഡിംഗ് ആണ്. അതിന് വേണമെങ്കിൽ സ്പെക്കുലേഷൻ നടക്കാം, ഈ പറയും പോലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാം. ഇവ നിലവിലുള്ള US ഡോളർ സ്ട്രെങ്ത് ആയി സാധാരണ കേസിൽ 1% ഇറങ്ങുന്ന സാധനം ചിലപ്പം 5% ഇറങ്ങും പേപ്പർ ട്രേഡിങ്ങിൽ. പക്ഷെ ഈ സാധനം കിട്ടാനില്ല. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങളിലുണ്ടോ, ഫിസിക്കൽ ഫോമാറ്റിലുണ്ടോ, അത് ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ETF ഫെസിലിറ്റി ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ താഴോട്ട് വരികയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുക. 25 റുപ്പീസിൽ 21 റുപ്പീസിലേക്കോ 20 റുപ്പീസിലേക്കോ ഒക്കെ ടാറ്റ സിൽവർ ETF വരികയാണെങ്കിൽ, അതേമാതിരി നിപ്പോൺ സിൽവർ ETF, സിൽവർ ബീസ് 246.76 ഒരു 210 200 റേഞ്ചിൽ വരികയാണെങ്കിൽ വാങ്ങിത്തുടങ്ങാം. ഈ വാങ്ങിത്തുടങ്ങുന്നതിൽ സ്റ്റാർട്ടിങ് അയക്കണം. നെക്സ്റ്റ് 10 കൊല്ലത്തേക്ക് വിത്ത് റേറ്റ് നോക്കാണ്ട് വാങ്ങിക്കൊണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഹൈ വോൾട്ടേലാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ 25 സാധനം 33ലേക്ക് വീണ്ടും പോയാൽ, അതിന്റെ ഇയർ ഹൈയിലേക്ക് പോയാൽ വീണ്ടും ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. അത് കൊടുത്തിട്ട് വീണ്ടും 30 താഴെ വരുമ്പോൾ വാങ്ങും. നമ്പർ ഓഫ് സിൽവർ നിങ്ങൾക്ക് കൂട്ടി വാങ്ങാൻ സാധിക്കും. സോ വൺസ് അഗൈൻ ഞാൻ പറയുകയാണ്, ഞാനൊരു സിവിൽ രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല. ഞാൻ ഇതിനെപ്പറ്റി എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളും പഠിക്കുക. നിങ്ങൾക്ക് സിൽവറിൽ ഭാവിയിൽ സിൽവർ പ്രൈസ് കൂടും, അതായത് സാധനം കിട്ടാനില്ല, ഓട്ടോമാറ്റിക്കലി സിൽവറിന് ഡിമാൻഡ് കൂടും എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം സിൽവറിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു മെമ്പർഷിപ്പ് ചാനലുണ്ട്, സിങ്ക് ബേസ്ഡ് ടെക്നിക്കലി ബ്രേക്ക്ഔട്ട് ആണ് ഫണ്ടമെന്റലി നല്ല സ്റ്റോക്ക് കണ്ടാൽ പറയുന്നത്. അഥവാ നെഗറ്റീവ് ഇപ്പോൾ യുദ്ധമായ സംഗതി വന്നാൽ താഴോട്ട് വന്നാൽ തിരിച്ച് കയറും ഉറപ്പുള്ള ഫണ്ടമെന്റൽ നല്ല സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് വരുമ്പോൾ ഒരു 1 വീക്ക് 2 വീക്കിനുള്ളിൽ ഒരു 10% 5% കിട്ടുന്ന കാണുന്ന സ്റ്റോക്ക് മാത്രം റെക്കമെൻഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ് അത്. ആഴ്ചയിൽ 1-2 റെക്കമെൻഡേഷൻസ് ഉണ്ടാവുള്ളൂ. ഒരു 80% 70% എക്യുറസി ഉണ്ടാവും. ഈ താഴോട്ട് വന്നാൽ ചില സമയത്ത് ഹോൾഡ് ചെയ്യണമെന്നുണ്ട്, പൈസ പോകില്ല, കാരണം ഫണ്ടമെന്റൽ സ്റ്റോക്കാണ്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ താഴെയുള്ള ലിങ്കിൽ പോയി ജോയിൻ ബട്ടണിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.